ഹായ് ഹലോ. അപ്പം ഞാൻ കഥകളുടെ രാജകുമാരി. അപ്പം ഇന്ന് നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തരാനാണ് വന്നത്. അപ്പോൾ ഇതിന് മുന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫോണിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലാത്തവർ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ചാറ്റ് GPT എന്നൊരു ആപ്പ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതുന്നവർക്കായാലും അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കായാലും കുറച്ചൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ആപ്പാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് തോന്നിയ കാരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അത് പറഞ്ഞു തരുന്നത് അതിന് മുന്നേ നിങ്ങൾക്കൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതിന് ശേഷമുള്ളൊരു കാര്യം, നമ്മുടെ പ്രതിലിപിയിൽ സ്റ്റോറീസ് നോക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ നേരിട്ട് ആദ്യം കാണിച്ചു തരാം. ഞാൻ എൻ്റെ തന്നെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റോറി എടുക്കുമ്പോൾ ഇപ്പോൾ ഡയറക്റ്റ് ഞാൻ ഇങ്ങനെ എൻ്റെ സ്റ്റോറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണുന്നുണ്ടാവില്ല, ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. കാരണം ഈ പാർട്ടുകൾ ഒരിക്കലും ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ സാധിക്കില്ല. അത് എൻ്റെന്നല്ല, അത് വേറെ ആരുടെ എടുത്താലും നമുക്ക് അങ്ങനെ ആയിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ട്രയൽ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു രചന ഞാൻ എടുക്കുകയാണ്, മുത്തി. ഇവിടെ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടാവും കാണുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറി ആവുമ്പോൾ അതെനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇടണം, സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ട് എടുത്തിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്താണെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം. അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ കാണിച്ചു തരാം. ഇതെടുത്തിട്ട് ഫസ്റ്റ് തൊട്ട് സ്ക്രീൻ റെക്കോർഡ് നമ്മൾ താഴെ വരെ ചെയ്തു പോകണം. എന്നിട്ട് വേണം നമ്മൾ അത് വീഡിയോ ആക്കിയിട്ട് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ. ഇനി വേറൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്ടിക്ക് ഞാൻ എടുക്കുകയാണ് കേട്ടോ. അതായത് ഫുള്ള് സെലക്ട് ചെയ്യാൻ പോവാണ്. ഈ കുത്തു തൊടുന്നു, എല്ലാം തിരഞ്ഞെടുക്കുക, പകർത്തുക. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഞാനിത് എടുത്തത് എന്ന് വിചാരിക്കും. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ, ഒരു നിമിഷം. ഇപ്പം ഞാൻ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആ പാർട്ട് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാർട്ട് ഞാൻ ഇവിടെ ഇട്ടു. അതിന് ശേഷം ഈ കാത്തിരിക്കൂ എന്നുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ഞാൻ ഈ പാർട്ട് യൂട്യൂബിൽ ഇടുമ്പോൾ എനിക്ക് വേണ്ട ക്യാപ്ഷൻ ചോദിക്കാൻ പോവുകയാണ്. ഈ പാർട്ട് യൂട്യൂബിൽ ഇടുമ്പോൾ അതിന് ക്യാപ്ഷൻ, ടൈറ്റിൽ, ഹാഷ്ടാഗുകളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അയച്ചിടുമ്പോൾ ഇവർക്ക് കുറേ സജഷൻ നമുക്ക് ഇവർ തരും. ഇപ്പോൾ നമുക്ക് ക്യാപ്ഷനായിട്ടും ഇതായിട്ടും നമുക്ക് കുറേ ഇതുകൾ തരും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം ചോദിക്കും. നമുക്ക് ഇത് പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടെ നാച്ചുറലായത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളത് വരും നമുക്ക്. ക്യാച്ച് ആയിട്ടുള്ള ടെക്സ്റ്റ് നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അതും തരുന്നതായിരിക്കും. 2-3 മോഡലൊക്കെ നമുക്ക് തരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹാഷ്ടാഗ് കൂടെ നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഹാഷ്ടാഗും നമുക്ക് വേണ്ട ക്യാപ്ഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പാർട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. പിന്നെ ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് പറ്റിയ കവർ പിക്കൊക്കെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്നോ എവിടെ നിന്നാന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം.
എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ആപ്പിലെ ഒരു സവിശേഷത.